സക്സസ് ഫയലിലേക്ക് സ്വാഗതം. 2025-26 കേരള PSC ചോദിച്ച ചോദ്യങ്ങളാണ് നമ്മൾ ഈ ക്ലാസ്സിലൂടെ നോക്കാൻ പോകുന്നത്. മുഴുവൻ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യുക. സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, 1936 കണ്ണൂരിൽ നിന്നും മദ്രാസിലേക്ക് പട്ടിണി ജാഥ നയിച്ചത് ആര്? 1936 കണ്ണൂരിൽ നിന്നും മദ്രാസിലേക്ക് പട്ടിണി ജാഥ നയിച്ചത് ആര്? AK ഗോപാലൻ. AK ഗോപാലനാണ് 1936 എവിടെ നിന്നും എവിടേക്കാണ്? കണ്ണൂരിൽ നിന്നും മദ്രാസിലേക്ക് പട്ടിണി ജാഥ നയിച്ചത് AK ഗോപാലൻ. എവറസ്റ്റ് കീഴടക്കിയ ആദ്യത്തെ മലയാളി വനിത ആര്? എവറസ്റ്റ് കീഴടക്കിയ ആദ്യ മലയാളി വനിത സഫ്രീന ലത്തീഫ് ആണ്. സഫ്രീന ലത്തീഫ് എവറസ്റ്റ് കീഴടക്കിയ ആദ്യ മലയാളി വനിത. ഹവായ്, ഫ്രഞ്ച് പോളിനേഷ്യ, സൊമോവ എന്നീ ദ്വീപ സമൂഹങ്ങൾ ഏത് സമുദ്രത്തിന്റെ ഭാഗമാണ്? ഏതൊക്കെയാണ്? ഹവായ്, ഫ്രഞ്ച് പോളിനേഷ്യ, സൊമോവ എന്നീ ദ്വീപ സമൂഹങ്ങൾ ഏത് സമുദ്രത്തിന്റെ ഭാഗമാണ്? ശാന്ത സമുദ്രത്തിന്റെ ഭാഗമാണ്. ശാന്ത സമുദ്രം. ഇന്ത്യൻ ബഹിരാകാശ സംഘടന വികസിപ്പിച്ചെടുത്ത ആസ്ഥാനിക ജിയോ പ്ലാറ്റ്ഫോം ഏത് പേരിൽ അറിയപ്പെടുന്നു? ഇന്ത്യൻ ബഹിരാകാശ സംഘടന വികസിപ്പിച്ചെടുത്ത ആസ്ഥാനിക ജിയോ പ്ലാറ്റ്ഫോം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഭുവൻ. ഓപ്ഷൻ A ആണ് ഉത്തരം. ഭുവൻ. അടുത്ത ചോദ്യം, ദേശീയ ജലപാതകളുടെ പ്രാധാന്യം വർദ്ധിക്കുകയും പുതിയ പ്രദേശങ്ങൾ ജലപാതകളുടെ ഭാഗമാക്കുകയും ചെയ്യുന്നു. ഇതിൽ ദേശീയ ജലപാത 5 NW5 ബന്ധിപ്പിക്കുന്ന പ്രധാന മേഖലകൾ. NW5 ബന്ധിപ്പിക്കുന്നത് ഓപ്ഷൻ D ആണ്. ബ്രാഹ്മണി മഹാനദി ഡെൽറ്റ. ബ്രാഹ്മണി മഹാനദി ഡെൽറ്റ ബന്ധിപ്പിക്കുന്നത് NW5 ആണ്. NW5 ബന്ധിപ്പിക്കുന്നു ബ്രാഹ്മണി മഹാനദി ഡെൽറ്റ. ഇന്ത്യയുടെ ധാതു സമ്പത്തിന്റെ നല്ലൊരു ഭാഗവും ഛോട്ടാ നാഗ്പൂർ പീഠഭൂമിയുടെ ഭാഗമായി കാണപ്പെടുന്നു. കോർബ, ദന്തേവാഡ തുടങ്ങിയ ഖനന മേഖലകൾ ഏത് സംസ്ഥാനത്തിന്റെ ഭാഗമാണ്? കോർബ, ദന്തേവാഡ തുടങ്ങിയ ഖനന മേഖലകൾ ഏത് സംസ്ഥാനത്തിന്റെ ഭാഗമാണ്? ഛത്തീസ്ഗഡിന്റെ ഭാഗമാണ്. ഛത്തീസ്ഗഡ്. 2024 ജനുവരിയിൽ വീശിയടിച്ച ചുഴലിക്കാറ്റ് മഡഗാസ്കർ ദ്വീപ സമൂഹങ്ങളിൽ നാശനഷ്ടം വിതച്ചിരുന്നു. ഈ ചുഴലിക്കാറ്റ് ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഓപ്ഷൻ B ആണ് അൽവാരോ. ഓപ്ഷൻ B അൽവാരോ. എവിടെയാണ്? മഡഗാസ്കർ ദ്വീപ സമൂഹങ്ങളിൽ 2024 ജനുവരിയിൽ. അൽവാരോ. ഏത് രാജ്യത്തിന്റെ ഭരണഘടനയിൽ നിന്നാണ് മാർഗനിർദ്ദേശക തത്വങ്ങൾ ഇന്ത്യ കടം കൊണ്ടിട്ടുള്ളത്? മാർഗനിർദ്ദേശക തത്വങ്ങൾ ഇന്ത്യ കടം കൊണ്ടിട്ടുള്ളത് ഏത് രാജ്യത്തിന്റെ ഭരണഘടനയിൽ നിന്നുമാണ്? ഏതാണ്? അയർലൻഡ് ആണ്. അയർലൻഡ്. ഓപ്ഷൻ B അയർലൻഡ്. പ്രസിഡന്റിന് പ്രഖ്യാപിക്കാൻ കഴിയുന്ന സാമ്പത്തിക അടിയന്തരാവസ്ഥ ഭരണഘടനയുടെ എത്രാമത്തെ അനുച്ഛേദത്തിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്? പ്രസിഡന്റിന് പ്രഖ്യാപിക്കുവാൻ കഴിയുന്ന സാമ്പത്തിക അടിയന്തരാവസ്ഥ ഭരണഘടനയുടെ എത്രാമത്തെ അനുച്ഛേദത്തിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്? അനുച്ഛേദം 360 ആണ്. അനുച്ഛേദം 360. സാമ്പത്തിക അടിയന്തരാവസ്ഥ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അനുച്ഛേദം 360. 1985 പാസാക്കപ്പെടുകയും നിലവിൽ വരികയും ചെയ്ത 52ാം ഭേദഗതി ഏത് വിഷയമാണ് പ്രതിപാദിക്കുന്നത്? 1985 പാസാക്കപ്പെടുകയും നിലവിൽ വരികയും ചെയ്ത 52ാമത്തെ ഭേദഗതി ഏതാണ്? കൂറുമാറ്റ നിരോധന നിയമം. ഓപ്ഷൻ D കൂറുമാറ്റ നിരോധന നിയമം. എത്രാമത്തെ ഭേദഗതി? 52ാം ഭേദഗതി. നിലവിൽ വന്നത് 1985. കൂറുമാറ്റ നിരോധന നിയമം. കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെടുന്ന വിഷയങ്ങൾ ചുവടെ തന്നിരിക്കുന്നവയിൽ ഏതാണ് ശരിയായിട്ടുള്ളത്? കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെടുന്നത് ഏതൊക്കെയാണ്?
വനം, വൈദ്യുതി. വനം, വൈദ്യുതി എന്നിവ ഏത് ലിസ്റ്റിൽ ഉൾപ്പെടുന്നു? കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെടുന്നു. വനം, വൈദ്യുതി. കൂറുമാറ്റം മൂലം അംഗത്തിന് അയോഗ്യത കൽപ്പിക്കുന്നതിന് 10ാം ഷെഡ്യൂളിലെ വ്യവസ്ഥകൾ പ്രകാരം ചുവടെ തന്നിരിക്കുന്നവരിൽ ആർക്കാണ് അധികാരമുള്ളത്? കൂറുമാറ്റം മൂലം അംഗത്തിന് അയോഗ്യത കൽപ്പിക്കുന്നതിന് 10ാം ഷെഡ്യൂളിലെ വ്യവസ്ഥകൾ പ്രകാരം ചുവടെ തന്നിരിക്കുന്നവയിൽ ആർക്കാണ് അധികാരമുള്ളത്? സ്പീക്കറിനാണ്. ഓപ്ഷൻ എ ആണ് ഉത്തരം, സ്പീക്കർ. കേരളത്തിലെ ആരോഗ്യവകുപ്പ് നഗരങ്ങളിലെ ചേരികളിൽ താമസിക്കുന്ന സാധാരണക്കാരുടെ ആരോഗ്യ സംരക്ഷണത്തിനായിട്ട് നടപ്പിലാക്കുന്ന പദ്ധതി ഏത്? കേരളത്തിലെ ആരോഗ്യവകുപ്പ് നഗരങ്ങളിലെ ചേരികളിൽ താമസിക്കുന്ന സാധാരണക്കാരുടെ ആരോഗ്യ സംരക്ഷണത്തിനായിട്ട് നടപ്പിലാക്കുന്ന പദ്ധതി ഏത്? ഓപ്ഷൻ ബി ആണ് ഉത്തരം. പദ്ധതിയുടെ പേര് ഉഷസ്. പദ്ധതിയുടെ പേരെന്താണ്? ഉഷസ്. താഴെ തന്നിരിക്കുന്നതിൽ ഏത് ജില്ലയിലാണ് മനസ്വിനി എന്ന പേരിൽ ആദ്യത്തെ ട്രാൻസ്ജെൻഡർ അയൽക്കൂട്ടം രൂപീകരിക്കപ്പെട്ടിട്ടുള്ളത്? ട്രാൻസ്ജെൻഡർ അയൽക്കൂട്ടത്തിന്റെ പേരെന്താണ്? മനസ്വിനി. മനസ്വിനി ഏത് ജില്ലയിലാണ് രൂപീകരിക്കപ്പെട്ടത്? കോട്ടയം ജില്ലയിലാണ്. കോട്ടയം ജില്ലയിലാണ് രൂപീകരിക്കപ്പെട്ടത്. പേര് മനസ്വിനി. തലച്ചോറിനെയും സുഷുമ്നയെയും ആവരണം ചെയ്ത് കാണുന്ന സ്ഥലം. തലച്ചോറിനെയും സുഷുമ്നയെയും ആവരണം ചെയ്ത് കാണുന്ന സ്ഥലം ഏതാണ്? മെനിഞ്ചസ് ആണ്. മെനിഞ്ചസ്. മെനിഞ്ചസ്. കാൽഷ്യം കുറയുന്നത് മൂലമുണ്ടാകുന്ന രോഗം ഏതാണ്? കാൽഷ്യം കുറയുന്നത് മൂലമുണ്ടാകുന്ന രോഗമാണ് ഓസ്റ്റിയോപൊറോസിസ്. എന്തിന്റെ കുറവ് മൂലമാണ് ഉണ്ടാകുന്നത്? കാൽഷ്യത്തിന്റെ കുറവ് മൂലമുണ്ടാകുന്നു. ഏത്? ഓസ്റ്റിയോപൊറോസിസ്. ചുവടെ നൽകിയിരിക്കുന്നവയിൽ ബാക്ടീരിയ രോഗം അല്ലാത്തത് ഏത്? ബാക്ടീരിയ രോഗം അല്ലാത്തത് ഏതാണ്? നിപ്പ. നിപ്പ വൈറസ് രോഗമാണ്. വൺ ഹെൽത്ത് പ്രോഗ്രാമിന്റെ പ്രധാന ലക്ഷ്യം ഏത്? പ്രോഗ്രാമിന്റെ പേര് വൺ ഹെൽത്ത്. വൺ ഹെൽത്ത് പ്രോഗ്രാമിന്റെ പ്രധാന ലക്ഷ്യം എന്താണ്? ഓപ്ഷൻ ഡി ആണ് ഉത്തരം. മനുഷ്യൻ, മൃഗങ്ങൾ, പരിസ്ഥിതി എന്നിങ്ങനെ 3 മേഖലകളുടെ ആരോഗ്യ സംരക്ഷണം ഏകോപിപ്പിച്ചിട്ടുള്ള സംയുക്ത പ്രവർത്തനം ഉറപ്പാക്കുകയാണ് വൺ ഹെൽത്ത് എന്ന പദ്ധതിയുടെ ലക്ഷ്യം. എന്താണ്? മനുഷ്യൻ, മൃഗങ്ങൾ, പരിസ്ഥിതി എന്നിങ്ങനെ 3 മേഖലകളുടെയും ആരോഗ്യ സംരക്ഷണം ഏകോപിപ്പിച്ചിട്ടുള്ള സംയുക്ത പ്രവർത്തനമാണ് എന്ത്? വൺ ഹെൽത്ത്. കൊഴുപ്പടിഞ്ഞ് രക്തധമനികളുടെ വ്യാസം കുറയുന്നത് മൂലമുണ്ടാകുന്ന രോഗം. കൊഴുപ്പടിഞ്ഞ് രക്തധമനികളുടെ വ്യാസം കുറയുന്നത് മൂലമുണ്ടാകുന്ന രോഗമാണ് അതിരോസ്ക്ലിറോസിസ്. പേരെന്താണ്? അതിരോസ്ക്ലിറോസിസ്. കൊഴുപ്പടിഞ്ഞ് രക്തധമനികളുടെ വ്യാസം കുറയുന്നത് മൂലമുണ്ടാകുന്ന രോഗമാണ് അതിരോസ്ക്ലിറോസിസ്. കേരളത്തിൽ കടലിന്റെ സംഭരണശേഷി കുറയ്ക്കുന്നതിനുള്ള പ്രധാന കാരണം ഏതാണ്? കേരളത്തില് കടലിന്റെ സംഭരണശേഷി കുറയ്ക്കുന്നതിനുള്ള പ്രധാന കാരണം എന്താണ്? ഓപ്ഷൻ സി ആണ് ഉത്തരം. മണൽ ഖനനം. ജനസിസ് ആൻഡ് എവല്യൂഷൻ ഓഫ് ഓർഗാനിക്സ് ഇൻ സ്പേസ് എന്ന 2ാം സിംപോസിയം ഏത് നഗരത്തിലാണ് സംഘടിപ്പിച്ചത്? ജനസിസ് ആൻഡ് എവല്യൂഷൻ ഓഫ് ഓർഗാനിക്സ് ഇൻ സ്പേസ് എന്ന 2ാം സിംപോസിയം ഏത് നഗരത്തിലാണ് സംഘടിപ്പിച്ചത്? ബംഗളൂരുവിലാണ്. ഓപ്ഷൻ എ ആണ് ഉത്തരം. ബംഗളൂരു. കേരളത്തിൽ ഇന്ത്യയുടെ ആദ്യത്തെ ബട്ടർഫ്ലൈ സങ്കേതമായത് ഏത് പ്രദേശത്തിലാണ്? കേരളത്തിൽ ഇന്ത്യയുടെ ആദ്യത്തെ ബട്ടർഫ്ലൈ സങ്കേതമായത് ആറളം വന്യജീവി സങ്കേതമാണ്. ആറളം വന്യജീവി സങ്കേതം. ഡോറിൽ ഉപയോഗിച്ചിരിക്കുന്ന വൈദ്യുത കാന്തിക തരംഗം. ഡോറിൽ ഉപയോഗിച്ചിരിക്കുന്ന വൈദ്യുത കാന്തിക തരംഗം മൈക്രോവേവ് ആണ്. മൈക്രോവേവ്. പർവ്വത പ്രദേശങ്ങളിൽ വെള്ളത്തിന്റെ തിളനില കുറയുന്നു. പർവ്വത പ്രദേശങ്ങളിൽ വെള്ളത്തിന്റെ തിളനില കുറയുന്നു. അതിഥി തൊഴിലാളികളുടെ കുട്ടികളുടെ വിദ്യാഭ്യാസ പുരോഗതിക്ക് വേണ്ടി കേരള സർക്കാർ ആവിഷ്കരിച്ച പദ്ധതി. അതിഥി തൊഴിലാളികളുടെ കുട്ടികളുടെ വിദ്യാഭ്യാസ പുരോഗതിക്ക് വേണ്ടിയിട്ട് കേരള സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയാണ് ജ്യോതി. പദ്ധതിയുടെ പേര് ജ്യോതി. ആർക്ക് വേണ്ടിയിട്ടാണ്? അതിഥി തൊഴിലാളികളുടെ കുട്ടികളുടെ വിദ്യാഭ്യാസ പുരോഗതിക്ക് വേണ്ടി കേരള സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയാണ് ജ്യോതി.
ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ റെയിൽ പാലമായ ചെനാബ് റെയിൽ പാലം ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്നു? ചെനാബ് റെയിൽ പാലം ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? ജമ്മു കാശ്മീരിലാണ് ചെനാബ് റെയിൽ പാലം സ്ഥിതി ചെയ്യുന്നത്. ജമ്മു കാശ്മീർ. ഒരേ തന്മാത്രാ സൂത്രവും വ്യത്യസ്ത രാസഭൗതിക സ്വഭാവമുള്ള സംയുക്തങ്ങളെ വിളിക്കുന്ന പേര്. ഒരേ തന്മാത്രാ സൂത്രവും വ്യത്യസ്ത രാസഭൗതിക സ്വഭാവമുള്ള സംയുക്തങ്ങളാണ് ഐസോമറുകൾ. ഓപ്ഷൻ എ ആണ് ഉത്തരം, ഐസോമറുകൾ. വാതകമർദ്ദം അളക്കുവാൻ ഉപയോഗിക്കുന്ന ഉപകരണം. വാതകമർദ്ദം അളക്കുവാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് മാനോമീറ്റർ. മാനോമീറ്റർ എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു? വാതകമർദ്ദം അളക്കുവാൻ ഉപയോഗിക്കുന്നു മാനോമീറ്റർ. ആവർത്തന പട്ടികയിൽ 17ാം ഗ്രൂപ്പിൽ വരുന്ന മൂലക കുടുംബത്തിന് പറയുന്ന പേര്. 17ാം ഗ്രൂപ്പ് എന്താണ്? ഹാലോജനുകളാണ്. 17ാം ഗ്രൂപ്പ് ഹാലോജനുകളാണ്. 17ാം ഗ്രൂപ്പ് ഹാലോജൻ. ഇന്ത്യയിലെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഡാറ്റാ സെന്റർ പാർക്ക് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം. ഇന്ത്യയിലെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഡാറ്റാ സെന്റർ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് ഛത്തീസ്ഗഡിലാണ്. ഛത്തീസ്ഗഡ്. രസതന്ത്രത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ച ഇന്ത്യക്കാരൻ. രസതന്ത്രത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ച ഇന്ത്യക്കാരൻ വെങ്കിട്ടരാമൻ രാമകൃഷ്ണൻ. രസതന്ത്രം വെങ്കിട്ടരാമൻ രാമകൃഷ്ണൻ. 2026 ഏഷ്യൻ ഗെയിംസിന് വേദിയാകുന്ന രാജ്യം. 2026 ഏഷ്യൻ ഗെയിംസ് ജപ്പാൻ. കേരള സംഗീതത്തിന്റെ അഗസ്റ്റൻ യുഗം എന്ന് വിശേഷിപ്പിക്കുന്നത് ആരുടെ ഭരണകാലത്തെയാണ്? കേരള സംഗീതത്തിന്റെ അഗസ്റ്റൻ യുഗം എന്ന് വിശേഷിപ്പിക്കുന്നത് സ്വാതി തിരുനാളിന്റെ ഭരണകാലത്തെയാണ്. സ്വാതി തിരുനാൾ. താഴെ തന്നിരിക്കുന്നവയിൽ മലയാളത്തിലെ ആദ്യത്തെ സാഹിത്യ മാസിക എന്ന സാഹിത്യ ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയിട്ടുള്ള ആനുകാലികമേത്? വിദ്യാവിലാസിനിയാണ്. ഓപ്ഷൻ എ ആണ് ഉത്തരം, വിദ്യാവിലാസിനി. മലയാളത്തിലെ ആദ്യത്തെ സാഹിത്യ മാസിക എന്ന സാഹിത്യ ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു ആനുകാലികം ഏതാണ്? വിദ്യാവിലാസിനിയാണ്. ഏത് ബഹിരാകാശ പേടകം വഴിയാണ് സുനിത വില്യംസും സഹയാത്രികരും അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ എത്തിയത്? ഏത് ബഹിരാകാശ പേടകം വഴിയാണ് സുനിത വില്യംസും സഹയാത്രികരും അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെത്തിയത്? ബോയിങ് സ്റ്റാർ ലൈനർ ആണ്. ബോയിങ് സ്റ്റാർ ലൈനർ. 2024 സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചത് ആർക്ക്? 2024 സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചത് ഹാൻകാങ്ങിനാണ്. ഹാൻകാങ്. ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങൾക്കായിട്ടുള്ള ചോദ്യമാണ്, 2025 സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചത് ആർക്ക് എന്ന് കമന്റ് ചെയ്യുക. 2025 സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചത് ആർക്ക് എന്ന് കമന്റ് ചെയ്യുക. ചുവടെ കൊടുത്തവയിൽ മെയിൻ മെമ്മറി എന്നറിയപ്പെടുന്നത് ഏതാണ്? മെയിൻ മെമ്മറി എന്നറിയപ്പെടുന്നത് റാം ആണ്. റാം. അടുത്ത ചോദ്യം, ഊർവശി ഭൂട്ടാലിയയുടെ നിശബ്ദതയുടെ മറുവശം എന്ന കൃതി ഏത് സംഭവവുമായിട്ട്, ഏത് ചരിത്ര സംഭവവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ഊർവശി ഭൂട്ടാലിയയുടെ നിശബ്ദതയുടെ മറുവശം എന്ന കൃതി ഏത് ചരിത്ര സംഭവവുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? ഇന്ത്യ വിഭജനം. ഓപ്ഷൻ സി ആണ് ഉത്തരം, ഇന്ത്യ വിഭജനം. വിദ്യാഭ്യാസ മേഖലയിലെ പ്രവർത്തനങ്ങൾ കണക്കാക്കി 2025 കേരള ജ്യോതി പുരസ്കാരത്തിന് അർഹനായ ചരിത്രകാരൻ കൂടിയായ വ്യക്തി. 2025 കേരള ജ്യോതി പുരസ്കാരത്തിന് അർഹനായ ചരിത്രകാരൻ കൂടിയായ വ്യക്തി ആര്? ഉത്തരം ഓപ്ഷൻ ബി ആണ്, M.R. രാഘവ വാര്യർ. M.R. രാഘവ വാര്യർ. പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല എന്ന മുദ്രാവാക്യം ഏത് വിപ്ലവവുമായിട്ട് ബന്ധപ്പെട്ടതാണ്? പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല എന്ന മുദ്രാവാക്യം ഏത് വിപ്ലവവുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല എന്ന മുദ്രാവാക്യം. കേരളത്തിലെ ഭൂപ്രകൃതി വിഭാഗങ്ങളെ സംബന്ധിച്ച് വിസ്തൃതിയുടെ അടിസ്ഥാനത്തിൽ അവയെ ശരിയായ ക്രമത്തിൽ
കൂടുതൽ വിസ്തൃതിയിൽ നിന്ന് കുറഞ്ഞതിലേക്ക് എന്ന് ക്രമീകരിക്കുക. കൂടുതൽ വിസ്തൃതിയിൽ നിന്നും കുറഞ്ഞതിലേക്ക് എന്ന രീതിയിൽ ക്രമീകരിക്കുക. ഓപ്ഷൻ എ ആണ് ഉത്തരം. മലനാട്, ഇടനാട്, തീരപ്രദേശം. ഏറ്റവും കൂടുതൽ വിസ്തൃതിയുള്ളത് മലനാടാണ്, അതിനുശേഷം ഇടനാട്, ഏറ്റവും കുറഞ്ഞ വിസ്തൃതിയുള്ളത് തീരപ്രദേശം. ഭാരതത്തിൽ 1 രൂപ നോട്ട് പുറത്തിറക്കുന്നത്, 1 രൂപ നോട്ട് പുറത്തിറക്കുന്നത് ധനകാര്യ മന്ത്രാലയമാണ്. ധനകാര്യ മന്ത്രാലയമാണ് 1 രൂപ നോട്ട് പുറത്തിറക്കുന്നത്. നീതി ആയോഗിന്റെ ആസ്ഥാനം, നീതി ആയോഗിന്റെ ആസ്ഥാനം എവിടെയാണ്? നീതി ആയോഗിന്റെ ആസ്ഥാനം ഡൽഹി. നീതി ആയോഗിന്റെ ആസ്ഥാനം ഡൽഹി. അമൃതകാലം ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അമൃതകാലം എന്നത് ഏതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? കേന്ദ്ര ബജറ്റ് 2023-24. അടുത്ത കാലത്ത് വാർത്തകളിൽ ഇടം പിടിച്ച ടെസ്ല താഴെ പറയുന്നവയിൽ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ടെസ്ല ഏതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? വൈദ്യുത കാർ നിർമ്മാണം. വൈദ്യുത കാർ നിർമ്മാണം ടെസ്ല. 2023 19 കേന്ദ്ര ഗവൺമെന്റ് വകുപ്പുകളിലെ 42 കേന്ദ്ര നിയമങ്ങളിലെ 183 വകുപ്പുകൾ ഭേദഗതി വരുത്തി ചെറിയ തരത്തിലുള്ള ചട്ടലംഘനങ്ങൾക്കുള്ള ശിക്ഷ കുറയ്ക്കുന്നതിനായി കേന്ദ്ര ഗവൺമെന്റ് കൊണ്ടുവന്ന ബില്ല് അറിയപ്പെടുന്നത് ജൻ വിശ്വാസ് ബിൽ. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. ജൻ വിശ്വാസ് ബിൽ. കേരള സംസ്ഥാന വനിതാ വികസന കോർപ്പറേഷൻ പദ്ധതികളുമായി ബന്ധപ്പെട്ട് ശരിയായിട്ടുള്ള പ്രസ്താവന ഏത്? ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്. ഇവ എല്ലാം. മിത്ര 151 എന്ന ഹെൽപ്പ് ലൈൻ പദ്ധതി സ്ത്രീ സുരക്ഷ ഒരുക്കുന്നു. മിത്ര 181. യാത്ര ചെയ്യുന്ന വനിതകൾക്ക് താമസ സൗകര്യമൊരുക്കാൻ വനിതാ മിത്ര കേന്ദ്രം ഒരുക്കിയിരിക്കുന്നു. വനമിത്ര എന്ന പേരിൽ ആദിവാസി വിഭാഗത്തിൽപ്പെടുന്ന സ്ത്രീകൾക്ക് നൈപുണ്യ വികസന കേന്ദ്ര സൗകര്യങ്ങൾ ഒരുക്കിയിരിക്കുന്നു. ദേശീയ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ ഭാഗമായി കേരളത്തിലെ ഗോത്ര ജനതയ്ക്ക് 100 തൊഴിൽ ദിനങ്ങൾക്ക് പുറമെ കൂടുതൽ തൊഴിൽ ദിനങ്ങൾ ലഭ്യമാക്കുവാനുള്ള കേരള ഗവൺമെന്റിന്റെ പദ്ധതിയുടെ പേര് എന്ത്? കേരള ട്രൈബൽ പ്ലസ്. കേരള ട്രൈബൽ പ്ലസ്. സൈബർ ലോകത്ത് വർദ്ധിച്ചു വരുന്ന കുറ്റകൃത്യങ്ങൾക്കെതിരെ കുട്ടികളെ സജ്ജരാക്കാൻ കേരള പോലീസ് നടപ്പാക്കുന്ന പദ്ധതിയുടെ പേര്? ഓപ്ഷൻ ബി ആണ് ഉത്തരം. കൂട്ട്. സൈബർ ലോകത്ത് വർദ്ധിച്ചു വരുന്ന കുറ്റകൃത്യങ്ങൾക്കെതിരെ കുട്ടികളെ സജ്ജരാക്കാൻ കേരള പോലീസ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് കൂട്ട്. അണുബാധയോട് ആദ്യം പ്രതികരിക്കുന്ന ആന്റിബോഡി ഏതാണ്? അണുബാധയോട് ആദ്യം പ്രതികരിക്കുന്ന ആന്റിബോഡി IgM ആണ്. IgM. ലാറ്റിറ്റ്യൂഡിനൽ ഗ്രേഡിയന്റ് ഓഫ് ബയോഡൈവേഴ്സിറ്റി കൊണ്ട് സൂചിപ്പിക്കുന്നത് എന്താണ്? ലാറ്റിറ്റ്യൂഡിനൽ ഗ്രേഡിയന്റ് ഓഫ് ബയോഡൈവേഴ്സിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ജൈവ വൈവിധ്യം ഭൂപ്രദേശങ്ങളിൽ നിന്ന് ധ്രുവങ്ങളിലേക്ക് കുറയുന്നു. ജൈവ വൈവിധ്യം ഭൂമധ്യരേഖയിൽ നിന്നും ധ്രുവങ്ങളിലേക്ക് എന്ത് സംഭവിക്കുന്നു? കുറയുന്നു. ലാറ്റിറ്റ്യൂഡിനൽ ഗ്രേഡിയന്റ് ഓഫ് ബയോഡൈവേഴ്സിറ്റി. ഓസ്റ്റിയോ ആർത്രൈറ്റിസ് എന്തിനെ സൂചിപ്പിക്കുന്നു? ഓസ്റ്റിയോ ആർത്രൈറ്റിസ് സന്ധികളിലെ കാർട്ടിലേജ് നശിക്കൽ. സന്ധികളിലെ കാർട്ടിലേജ് നശിക്കൽ. ഓസ്റ്റിയോ ആർത്രൈറ്റിസ്. ലോകത്തിലെ ഏറ്റവും വലിയ ആരോഗ്യ ദൗത്യം അഥവാ പൊതുജനാരോഗ്യ ഇൻഷുറൻസ് പദ്ധതി ഏതാണ്? ലോകത്തിലെ ഏറ്റവും വലിയ ആരോഗ്യ ദൗത്യം അഥവാ പൊതുജനാരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയാണ് ആയുഷ്മാൻ ഭാരത് PMJ. ആയുഷ്മാൻ ഭാരത് PMJ. അംഗീകൃത സാമൂഹികാരോഗ്യ പ്രവർത്തകരായ ആശ എന്നതിൻ്റെ പൂർണ്ണ രൂപം എന്ത്? ഓപ്ഷൻ സി. അക്രഡിറ്റഡ് സോഷ്യൽ ഹെൽത്ത് ആക്ടിവിസ്റ്റ്. അക്രഡിറ്റഡ് സോഷ്യൽ ഹെൽത്ത് ആക്ടിവിസ്റ്റ്.
ഒരു ലിറ്റർ ലായനിയിൽ അടങ്ങിയിരിക്കുന്ന ലീനത്തിന്റെ മോളുകളുടെ എണ്ണം. ഒരു ലിറ്റർ ലായനിയിൽ അടങ്ങിയിരിക്കുന്ന ലീനത്തിന്റെ മോളുകളുടെ എണ്ണമാണ് മൊളാരിറ്റി. ഓപ്ഷൻ സി, മൊളാരിറ്റി. ഒരു അക്വേറിയത്തിന്റെ ചുവട്ടിൽ നിന്നും ഉയരുന്ന വായു കുമിളകളുടെ വലിപ്പം മുകളിലേക്ക് എത്തും തോറും കൂടുന്നു. ഇത് ഏത് വാതക നിയമത്തെ സൂചിപ്പിക്കുന്നു? ഇത് ഏത് വാതക നിയമത്തെ സൂചിപ്പിക്കുന്നു? ബോയിൽ നിയമത്തെ സൂചിപ്പിക്കുന്നു. ബോയിൽ നിയമത്തെ സൂചിപ്പിക്കുന്നു. അടുത്ത ചോദ്യം, പാലിനാണോ തൈരിനാണോ pH മൂല്യം കൂടുതൽ? പാലിനാണോ തൈരിനാണോ pH മൂല്യം കൂടുതൽ? പാലിനാണ് pH മൂല്യം കൂടുതൽ. പാലിനാണ് pH മൂല്യം കൂടുതൽ. ഗ്രാഫീൻ എന്താണ്? ഗ്രാഫീൻ. ഗ്രാഫീൻ എന്താണ്? ഗ്രാഫീൻ കാർബണിന്റെ ഒരു അലോട്രോപ്പാണ്. കാർബണിന്റെ ഒരു അലോട്രോപ്പാണ് എന്ത്? ഗ്രാഫീൻ. കാർബണിന്റെ ഒരു അലോട്രോപ്പാണ് ഗ്രാഫീൻ. അവസാനത്തെ ചോദ്യം, ആദ്യത്തെ ലോകകപ്പ് ക്രിക്കറ്റ് ടൂർണമെന്റ് എപ്പോൾ എവിടെയാണ് നടന്നത്? ആദ്യത്തെ ലോകകപ്പ് ക്രിക്കറ്റ് ടൂർണമെന്റ് 1975 ഇംഗ്ലണ്ടിലാണ് നടന്നത്. 1975 ഇംഗ്ലണ്ടിലാണ് ആദ്യത്തെ ലോകകപ്പ് ക്രിക്കറ്റ് ടൂർണമെന്റ് നടന്നത്. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.